മണ്ഡലകാലം ആരംഭിച്ചതിന് പിന്നാലെ കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനും ഇടയിലുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേക പദ്ധതികളുമായി മോട്ടോർ വാഹന വകുപ്പ്. ഇതിനോടകം 28 അപകടങ്ങളാണ് ഈ ഭാഗത്ത് ഉണ്ടായത്. സേഫ് പദ്ധതിയിൽപ്പെടുത്തി കുട്ടിക്കാനത്ത് അയ്യപ്പ ഭക്തരുടെ വാഹനം തടഞ്ഞു നിർത്തി നിർദ്ദേശങ്ങൾ നൽകി പറഞ്ഞുവിടുന്ന പദ്ധതികൾ ഉൾപ്പെടെയാണ് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അപകടം പതിയിരിക്കുന്ന ഭാഗമാണ് കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള പ്രദേശം. ചെങ്കുത്തായ ഇറക്കങ്ങളിലും ഹെയർപിൻ വളവുകളിലുമെല്ലാം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. റോഡിന്റെ ഈ സാഹചര്യം മനസ്സിലാക്കാതെയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇതിനാലാണ് അപകട സാധ്യത കൂടുതലുള്ള മേഖലകളിൽ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. മണ്ഡലകാലാരംഭത്തിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച സേഫ് സോൺ പദ്ധതിയിൽപ്പെടുത്തി തരംതിരിക്കപ്പെട്ട പാതകളിൽ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾക്ക് വേണ്ട സുരക്ഷയൊരുക്കാനും ഡ്രൈവർമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനുമാണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. 23 കിലോമീറ്റർ ഇറക്കമാണ്, ഉത്തിറക്കമാണ്, ഷാർപ്പായിട്ടുള്ള ടേണിംഗ് ആണ്, കർവുകളാണുള്ളത്. അതുകൊണ്ട് വാഹനം ലോ ഗിയറിൽ ഇറക്കാവും. യാതൊരു കാരണവശാലും 4ോ 5ോ ഗിയർ ഇടാനാണ് അനുവദിക്കരുത്. മാത്രമല്ല, ചെറിയൊരു കാറിനെ സൗകര്യപൂർവ്വം ഓവർടേക്ക് ചെയ്യാം. പക്ഷേ ഇതിന് തുല്യമായതോ ഇതിലും വലുതായ ഒരു വാഹനത്തെ യാതൊരു കാരണവശാലും 23 കിലോമീറ്റർ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി ഗുരുസ്വാമിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സ്വാമിയുടെ ഉത്തരവാദിത്തത്തിൽ ഈ 23 കിലോമീറ്റർ ഈ വാഹനം ഇറക്കണം എന്ന് പറയാറുണ്ട്. അശ്രദ്ധമായി വാഹനം ഓടിച്ചത് മൂലമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ വിവിധ റോഡുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. അയ്യപ്പ ഭക്തരുടെ ശബരിമല യാത്ര സുഗമമാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ 24 മണിക്കൂർ ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കുന്നു. ജനം, ഇടുക്കി.